ഇന്ന് 121 ദിവസം. നാം വായിക്കുന്നത് സംഖ്യാപുസ്തകം 4 അധ്യായം, സങ്കീർത്തനങ്ങൾ 120 അധ്യായവും 121 അധ്യായവും 122 അധ്യായവും റോമാലേഖനം 4 അധ്യായവുമാണ്. സംഖ്യാപുസ്തകം 4 അധ്യായം. യഹോവ പിന്നെയും മോശയോടും അഹരോനോടും അരുളി ചെയ്തത്, ലേവ്യരിൽ വെച്ച് കെഹാത്യരിൽ 30 വയസ്സു മുതൽ 50 വയസ്സുവരെയുള്ളവരായി സമാഗമന കൂടാരത്തിൽ വേല ചെയ്യുവാൻ സേവയിൽ പ്രവേശിക്കുന്ന എല്ലാവരെയും കുടുംബം കുടുംബമായും കുലം കുലമായി എണ്ണി തുകയെടുപ്പീൻ. സമാഗമന കൂടാരത്തിൽ അതിവിശുദ്ധ കാര്യങ്ങളെ സംബന്ധിച്ച് കെഹാത്യരുടെ വേല എന്തെന്നാൽ, പാളയം യാത്ര പുറപ്പെടുമ്പോൾ അഹരോനും പുത്രന്മാരും വന്ന് തിരശ്ശീല ഇറക്കി അതുകൊണ്ട് സാക്ഷ്യപ്പെട്ടകം മൂടേണം. തഹശുതോൽ കൊണ്ടുള്ള മൂടി അതിന്മേലിട്ട് അതിനു മീതെ നീലശീല വിരിച്ച് തണ്ടു ചെലുത്തേണം. കാഴ്ചയപ്പത്തിന്റെ മേശമേലും ഒരു നീലശീല വിരിച്ച് അതിന്മേൽ തളികകളും കരണ്ടികളും കിണ്ടികളും പകരുന്നതിനുള്ള കുടങ്ങളും വെക്കണം. നിരന്തരമായ അപ്പവും അതിന്മേൽ ഇരിക്കണം. അവയുടെ മേൽ ഒരു ചുവപ്പ് ശീല വിരിച്ച് തഹശുതോൽ കൊണ്ടുള്ള മൂടുവിരിയാൽ അത് മൂടുകയും തണ്ടു ചെലുത്തുകയും വേണം. ഒരു നീലശീല എടുത്ത് വെളിച്ചത്തിനുള്ള നിലവിളക്കും അതിന്റെ ദീപങ്ങളും ചവണങ്ങളും കരിന്തിരി മുറിച്ചെടുക്കുന്ന പാത്രങ്ങളും അതിന്റെ ഉപയോഗത്തിനുള്ള എല്ലാ എണ്ണക്കുടങ്ങളും മൂടേണം. അതും അതിന്റെ പാത്രങ്ങളൊക്കെയും തഹശുതോൽ കൊണ്ടുള്ള ഒരു വിരിയിൽ പൊതിഞ്ഞ് ഒരു തണ്ടിന്മേൽ വെച്ച് കെട്ടേണം. സ്വർണപീഠത്തിന്മേൽ അവർ ഒരു നീലശീല വിരിച്ച് തഹശുതോൽ കൊണ്ടുള്ള ഒരു വിരിയാൽ മൂടുകയും തണ്ടു ചെലുത്തുകയും വേണം. വിശുദ്ധ മന്ദിരത്തിലെ ശുശ്രൂഷയ്ക്കുള്ള ഉപകരണങ്ങളൊക്കെയും അവർ എടുത്ത് ഒരു നീലശീലയിൽ പൊതിഞ്ഞ് തഹശുതോൽ കൊണ്ടുള്ള ഒരു വിരിയാൽ മൂടുകയും ഒരു തണ്ടിന്മേൽ വെച്ച് കെട്ടുകയും വേണം. അവർ യാഗപീഠത്തിൽ നിന്ന് വെണ്ണീർ നീക്കി അതിന്മേൽ ഒരു ധൂമ്രശീല വിരിക്കണം. അവർ അതിന്മേൽ ശുശ്രൂഷ ചെയ്യേണ്ടതിനുള്ള ഉപകരണങ്ങളായ കലശം, മുൾക്കൊളുത്ത്, ചട്ടുകം, കലം എന്നിങ്ങനെ യാഗപീഠത്തിന്റെ ഉപകരണങ്ങളൊക്കെയും അതിന്മേൽ വെക്കണം. തഹശുതോൽ കൊണ്ടുള്ള ഒരു വിരി അതിന്മേൽ വിരിക്കുകയും തണ്ട് ചെലുത്തുകയും വേണം. പാളയം യാത്ര പുറപ്പെടുമ്പോൾ അഹരോനും പുത്രന്മാരും വിശുദ്ധ മന്ദിരവും വിശുദ്ധ മന്ദിരത്തിലെ ഉപകരണങ്ങളൊക്കെയും മൂടി തീർന്ന ശേഷം കെഹാത്യർ ചുവപ്പാൻ വരേണം. എന്നാൽ അവർ മരിക്കാതിരിക്കേണ്ടതിന് വിശുദ്ധമായതൊന്നും തൊടരുത്. സമാഗമന കൂടാരത്തിൽ കെഹാത്യരുടെ ചുവട് ഇവ തന്നെ. പുരോഹിതനായ അഹരോന്റെ മകൻ എലയാസാർ നോക്കേണ്ടത് വെളിച്ചത്തിനുള്ള എണ്ണ, സുഗന്ധ ധൂപവർഗം, നിരന്തര ഭോജനയാഗം, അഭിഷേക തൈലം എന്നിവയും തിരുനിവാസം മുഴുവനും അതിനുള്ളതൊക്കെയും വിശുദ്ധ മന്ദിരവും അതിന്റെ ഉപകരണങ്ങളും തന്നെ. യഹോവ പിന്നെയും മോശയോടും അഹരോനോടും അരുളി ചെയ്തത്, നിങ്ങൾ കെഹാത്യ കുടുംബങ്ങളുടെ ഗോത്രത്തിലെ ലേവ്യരിൽ നിന്ന് ഛേദിച്ചു കളയരുത്. അവർ അതിവിശുദ്ധ വസ്തുക്കളോട് അടുക്കുമ്പോൾ മരിക്കാതെ ജീവനോടിരിക്കേണ്ടതിന് ഇങ്ങനെ ചെയ്യുവീൻ. അഹരോനും പുത്രന്മാരും അകത്ത് കടന്ന് അവരിൽ ഓരോരുത്തനെ അവനവന്റെ വേലയ്ക്കും അവനവന്റെ ചുമട്ടിനുമാക്കേണം. എന്നാൽ അവർ വിശുദ്ധ മന്ദിരം കണ്ടിട്ട് മരിച്ചു പോകാതിരിക്കേണ്ടതിന് ക്ഷണനേരം പോലും അകത്ത് കടക്കരുത്. യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത്, ഗർശോന്യരെയും കുലം കുലമായും കുടുംബം കുടുംബമായും എണ്ണി തുക എടുക്കുക. 30 വയസ്സു മുതൽ 50 വയസ്സുവരെ സമാഗമന കൂടാരത്തിൽ വേല ചെയ്യുവാൻ സേവയിൽ പ്രവേശിക്കുന്ന എല്ലാവരെയും എണ്ണണം. സേവ ചെയ്യുന്നതിലും ചുവടെടുക്കുന്നതിലും ഗർശോന്യ കുടുംബങ്ങൾക്കുള്ള വേല എന്തെന്നാൽ, തിരുനിവാസത്തിന്റെ തിരശ്ശീല, സമാഗമന കൂടാരം, അതിന്റെ മൂടുവിരി, തഹശുതോൽ കൊണ്ട് അതിന്മേലുള്ള പുറമൂടി, സമാഗമന കൂടാരത്തിന്റെ വാതിലിനുള്ള മറശീല, പ്രാകാരത്തിന്റെ മറശീല, തിരുനിവാസത്തിനും യാഗപീഠത്തിനും ചുറ്റുമുള്ള പ്രാകാരത്തിന്റെ വാതിലിനുള്ള മറശീല, അവയുടെ കയറ് എന്നിവയും അവയുടെ ഉപയോഗത്തിനുള്ള ഉപകരണങ്ങളൊക്കെയും അവർ ചുമക്കണം. അവയെ സംബന്ധിച്ച് ചെയ്യുവാനുള്ള വേലയൊക്കെയും അവർ ചെയ്യണം. ഗർശോന്യരുടെ എല്ലാ ചുമടുകളും എല്ലാ വേലയും സംബന്ധിച്ചിട്ടുള്ളതൊക്കെയും അഹരോന്റെയും പുത്രന്മാരുടെയും കൽപ്പന പ്രകാരമായിരിക്കണം. അവരുടെ എല്ലാ ചുവടും നിങ്ങൾ അവരുടെ വിചാരണയിൽ ഏൽപ്പിക്കണം. സമാഗമന കൂടാരത്തിൽ ഗർശോന്യരുടെ കുടുംബങ്ങൾക്കുള്ള വേല ഇത് തന്നെ. അവരുടെ സേവ പുരോഹിതനായ അഹരോന്റെ മകൻ ഈഥാമാരിന്റെ കൈക്കീഴായിരിക്കണം. മെരാര്യരെയും കുലം കുലമായും കുടുംബം കുടുംബമായും എണ്ണണം. 30 വയസ്സു മുതൽ 50 വയസ്സുവരെ സമാഗമന കൂടാരത്തിലെ വേല ചെയ്യുവാൻ സേവയിൽ പ്രവേശിക്കുന്ന എല്ലാവരെയും നീ എണ്ണണം.
സമാഗമന കൂടാരത്തിൽ അവർക്കുള്ള എല്ലാ വേലയുടെയും മുറയ്ക്ക് അവർ എടുക്കേണ്ടുന്ന ചുവട് എന്തെന്നാൽ തിരുനിവാസത്തിന്റെ പലക, അന്താഴം, തൂൺ, ചുവട്, ചുറ്റുമുള്ള പ്രാകാരത്തിന്റെ തൂൺ, ചുവട്, കുറ്റി, കയറ് എന്നിവയും അവയുടെ ഉപകരണങ്ങളൊക്കെയും അവ സംബന്ധിച്ചുള്ള എല്ലാ വേലയും തന്നെ. അവർ എടുക്കേണ്ടുന്ന ഉപകരണങ്ങൾ നിങ്ങൾ പേർ വിവരമായി അവരെ ഏൽപ്പിക്കണം. പുരോഹിതനായ അഹ്റോന്റെ മകൻ ഈഥാമാരിന്റെ കൈക്കീഴെ സമാഗമന കൂടാരത്തിൽ മെരാരിയുടെ കുടുംബങ്ങൾക്കുള്ള സകല സേവയുടെയും മുറയ്ക്ക് അവർ ചെയ്യേണ്ടുന്ന വേല ഇത് തന്നെ. മോശയും അഹ്റോനും സഭയിലെ പ്രഭുക്കന്മാരും കെഹാത്യരിൽ 30 വയസ്സ് മുതൽ 50 വയസ്സുവരെ സമാഗമന കൂടാരത്തിൽ വേല ചെയ്യുവാൻ സേവയിൽ പ്രവേശിക്കുന്ന എല്ലാവരെയും കുടുംബം കുടുംബമായും കുലം കുലമായും എണ്ണി. അവരിൽ കുടുംബം കുടുംബമായി എണ്ണപ്പെട്ടവർ 2750 പേർ. മോശ മുഖാന്തരം യഹോവ കൽപ്പിച്ചതുപോലെ മോശയും അഹ്റോനും കെഹാത്യ കുടുംബങ്ങളിൽ എണ്ണിയവരായി. സമാഗമന കൂടാരത്തിൽ വേല ചെയ്യുവാനുള്ളവർ എല്ലാം ഇവർ തന്നെ. ഗെർശോന്യരിൽ കുടുംബം കുടുംബമായും കുലം കുലമായും എണ്ണപ്പെട്ടവരോ 30 വയസ്സു മുതൽ 50 വയസ്സുവരെ സമാഗമന കൂടാരത്തിൽ വേല ചെയ്യുവാൻ സേവയിൽ പ്രവേശിക്കുന്നവരായി കുടുംബം കുടുംബമായും കുലം കുലമായും എണ്ണപ്പെട്ടവർ 2230 പേർ. യഹോവ കൽപ്പിച്ചതുപോലെ മോശയും അഹ്റോനും ഗെർശോന്യ കുടുംബങ്ങളിൽ എണ്ണിയവരായി. സമാഗമന കൂടാരത്തിൽ വേല ചെയ്യുവാനുള്ളവർ എല്ലാം ഇവർ തന്നെ. മെരാരിയ കുടുംബങ്ങളിൽ കുടുംബം കുടുംബമായും കുലം കുലമായും എണ്ണപ്പെട്ടവരോ 30 വയസ്സു മുതൽ 50 വയസ്സുവരെ സമാഗമന കൂടാരത്തിൽ വേല ചെയ്യുവാൻ സേവയിൽ പ്രവേശിക്കുന്നവരായി. അവരിൽ കുടുംബം കുടുംബമായി എണ്ണപ്പെട്ടവർ ആകെ 3200 പേർ. യഹോവ മോശ മുഖാന്തരം കൽപ്പിച്ചതുപോലെ മോശയും അഹ്റോനും മെരാരിയ കുടുംബങ്ങളിൽ എണ്ണിയവർ ഇവർ തന്നെ. മോശയും അഹ്റോനും ഇസ്രായേൽ പ്രഭുക്കന്മാരും ലേവരിൽ കുടുംബം കുടുംബമായും കുലം കുലമായും എണ്ണിയവരായി 30 വയസ്സു മുതൽ 50 വയസ്സുവരെ സമാഗമന കൂടാരത്തിലെ സേവയും ചുവട്ടുവേലയും ചെയ്യുവാൻ പ്രവേശിച്ചവർ ആകെ 8580 പേർ ആയിരുന്നു. യഹോവയുടെ കൽപ്പന പ്രകാരം അവർ മോശ മുഖാന്തരം ഓരോരുത്തൻ താന്താന്റെ വേലയ്ക്കും താന്താന്റെ ചുവടിനും തക്കവണ്ണം എണ്ണപ്പെട്ടു. യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ അവൻ അവരെ എണ്ണി. 120 സങ്കീർത്തനം. എന്റെ കഷ്ടതയിൽ ഞാൻ യഹോവയോട് നിലവിളിച്ചു, അവൻ എനിക്ക് ഉത്തരമരുളുകയും ചെയ്തു. യഹോവേ, വ്യാജമുള്ള അധരങ്ങളെയും വഞ്ചനയുള്ള നാവിനെയും തടുത്ത് എന്റെ പ്രാണനെ രക്ഷിക്കണമേ. വഞ്ചനയുള്ള നാവേ, നിനക്ക് എന്തു വരും? നിനക്ക് ഇനി എന്ത് കിട്ടും? വീരന്റെ മൂർച്ചയുള്ള അസ്ത്രങ്ങളും പൂവത്തിൽ കനലും തന്നെ. ഞാൻ മേശക്കിൽ പ്രവാസം ചെയ്യുന്നത് കൊണ്ടും കേദാർ കൂടാരങ്ങളിൽ പാർക്കുന്നത് കൊണ്ടും എനിക്ക് അയ്യോ കഷ്ടം. സമാധാന ദ്വേഷിയോട് കൂടെ പാർക്കുന്നത് എനിക്ക് മതിമതിയായി. ഞാൻ സമാധാനപ്രിയനാകുന്നു. ഞാൻ സംസാരിക്കുമ്പോഴോ അവർ കലശൽ തുടങ്ങുന്നു. 121 സങ്കീർത്തനം. ഞാൻ എന്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എന്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയെങ്കിൽ നിന്ന് വരുന്നു. നിന്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കയില്ല. നിന്നെ കാക്കുന്നവൻ മയങ്ങുകയുമില്ല. ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുകയില്ല, ഉറങ്ങുകയുമില്ല. യഹോവ നിന്റെ പരിപാലകൻ. യഹോവ നിന്റെ വലത്തുഭാഗത്ത് നിനക്ക് തണൽ. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കയില്ല. യഹോവ ഒരു ദോഷവും തട്ടാതെ വണ്ണം നിന്നെ പരിപാലിക്കും. അവൻ നിന്റെ പ്രാണനെ പരിപാലിക്കും. യഹോവ നിന്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്നു മുതൽ എന്നേക്കും പരിപാലിക്കും. 122 സങ്കീർത്തനം. യഹോവയുടെ ആലയത്തിലേക്ക് നമുക്ക് പോകാമെന്ന് അവർ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. യെരൂശലേമേ, ഞങ്ങളുടെ കാലുകൾ നിന്റെ വാതിലുകൾക്കകത്ത് നിൽക്കുന്നു. തമ്മിൽ ഇണക്കിയ നഗരമായി പണിതിരിക്കുന്ന യെരൂശലേമേ, അവിടേക്ക് ഗോത്രങ്ങൾ യഹോവയുടെ ഗോത്രങ്ങൾ തന്നെ. ഇസ്രായേലിന് സാക്ഷ്യത്തിനായി യഹോവയുടെ നാമത്തിന് സ്തോത്രം ചെയ്യുവാൻ കയറി ചെല്ലുന്നു. അവിടെ ന്യായാസനങ്ങൾ ദാവീദ് ഗൃഹത്തിന്റെ ന്യായാസനങ്ങൾ തന്നെ ഇരിക്കുന്നു. യെരൂശലേമിന്റെ സമാധാനത്തിനായി പ്രാർത്ഥിപ്പിൻ. നിന്നെ സ്നേഹിക്കുന്നവർ സ്വൈര്യമായിരിക്കട്ടെ. നിന്റെ കൊത്തളങ്ങളിൽ സമാധാനവും നിന്റെ അരമനകളിൽ സ്വൈര്യവും ഉണ്ടാകട്ടെ. എന്റെ സഹോദരന്മാരും കൂട്ടാളികളും നിമിത്തം നിന്നിൽ സമാധാനം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പറയും. നമ്മുടെ ദൈവമായ യഹോവയുടെ ആലയം നിമിത്തം ഞാൻ നിന്റെ നന്മ അന്വേഷിക്കും. റോമാലേഖനം 4-ാം അധ്യായം.
എന്നാൽ നമ്മുടെ പൂർവ്വപിതാവായ അബ്രഹാം ജഡപ്രകാരം എന്തു പ്രാപിച്ചു എന്ന് പറയണ്ടു. അബ്രഹാം പ്രവൃത്തിയാൽ നീതീകരിക്കപ്പെട്ടുവെങ്കിൽ അവന് പ്രശംസിപ്പാൻ സംഗതിയുണ്ട്. ദൈവസന്നിധിയിൽ ഇല്ലതാനും. തിരുവെടുത്ത് എന്തു പറയുന്നു? അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു എന്ന് തന്നെ. എന്നാൽ പ്രവർത്തിക്കുന്നവന് കൂലി കിട്ടുന്നത് കൃപയായിട്ടല്ല, കടമായിട്ടത്രേ. പ്രവർത്തിക്കാത്തവനെങ്കിലും അഭക്തനെ നീതീകരിക്കുന്നവനിൽ വിശ്വസിക്കുന്നവനോ അവന്റെ വിശ്വാസം നീതിയായി കണക്കിടുന്നു. ദൈവം പ്രവൃത്തി കൂടാതെ നീതി കണക്കിടുന്ന മനുഷ്യന്റെ ഭാഗ്യം ദാവീദും വർണ്ണിക്കുന്നത്, അധർമ്മം മോചിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. കർത്താവ് പാപം കണക്കിടാത്ത മനുഷ്യൻ ഭാഗ്യവാൻ. ഈ ഭാഗ്യവർണ്ണനം പരിച്ഛേദനയ്ക്കോ അഗ്രചർമ്മത്തിനു കൂടെയോ അബ്രഹാമിന് വിശ്വാസം നീതിയായി കണക്കിട്ടു എന്നല്ലോ നാം പറയുന്നത്. എങ്ങനെ കണക്കിട്ടത്? പരിച്ഛേദനയിലോ അഗ്രചർമ്മത്തിലോ? പരിച്ഛേദനയിലല്ല, അഗ്രചർമ്മത്തിലത്രേ. അഗ്രചർമ്മത്തിൽ വെച്ച് ഉണ്ടായിരുന്ന വിശ്വാസ നീതിക്ക് മുദ്രയായി പരിച്ഛേദന എന്ന അടയാളം അവന് ലഭിച്ചത് അഗ്രചർമ്മത്തോടെ വിശ്വസിക്കുന്നവർക്കും കൂടെ നീതി കണക്കിടപ്പെടുവാൻ തക്കവണ്ണം താൻ അവർക്ക് എല്ലാവർക്കും പിതാവായിരിക്കേണ്ടതിനും. പരിച്ഛേദന മാത്രമുള്ളവരല്ല, നമ്മുടെ പിതാവായ അബ്രഹാമിന് അഗ്രചർമ്മത്തിൽ വെച്ച് ഉണ്ടായിരുന്ന വിശ്വാസത്തെ അനുഗമിക്കുന്നവരുമായ പരിച്ഛേദനക്കാർക്ക് പിതാവായിരിക്കേണ്ടതിനും തന്നെ. ലോകാവകാശിയാകുമെന്നുള്ള വാഗ്ദത്തം അബ്രഹാമിനോ അവന്റെ സന്തതിക്കോ ന്യായപ്രമാണത്താലല്ല, വിശ്വാസത്തിന്റെ നീതിയാലല്ലോ ലഭിച്ചത്. എന്നാൽ ന്യായപ്രമാണമുള്ളവർ അവകാശികളെങ്കിൽ വിശ്വാസം വ്യർത്ഥവും വാഗ്ദത്തം ദുർബലവും എന്നു വരും. ന്യായപ്രമാണമോ കോപത്തിന് ഹേതുവാകുന്നു. ന്യായപ്രമാണം ഇല്ലാത്തടത്ത് ലംഘനവുമില്ല. അതുകൊണ്ട് കൃപാദാനം എന്ന് വരേണ്ടതിന് വിശ്വാസത്താൽ അത്രേ അവകാശികളാകുന്നത്. വാഗ്ദത്തം സകല സന്തതിക്കും, ന്യായപ്രമാണമുള്ളവർക്ക് മാത്രമല്ല, അബ്രഹാമിന്റെ വിശ്വാസമുള്ളവർക്കും കൂടെ ഉറപ്പാകേണ്ടതിന് തന്നെ. മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുകയും ചെയ്യുന്നവനായി താൻ വിശ്വസിച്ച ദൈവത്തിന്റെ ദൃഷ്ടിയിൽ അവൻ നമുക്കെല്ലാവർക്കും പിതാവാകേണ്ടതിന് തന്നെ. ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കി വെച്ചു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. നിന്റെ സന്തതി ഇവണ്ണമാകും എന്ന് അരുളി ചെയ്തിരിക്കുന്ന പോലെ താൻ ബഹുജാതികൾക്ക് പിതാവാകുമെന്ന് അവൻ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. അവൻ ഏകദേശം 100 വയസ്സുള്ളവനാകിയാൽ തന്റെ ശരീരം നിർജീവമായി പോയതും സാറയുടെ ഗർഭപാത്രത്തിന്റെ നിർജീവത്വം ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. ദൈവത്തിന്റെ വാഗ്ദത്തത്തിങ്കൽ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു. അവൻ വാഗ്ദത്തം ചെയ്തത് പ്രവർത്തിപ്പാനും ശക്തനെന്ന് പൂർണ്ണമായി ഉറച്ചു. അതുകൊണ്ട് അത് അവന് നീതിയായി കണക്കിട്ടു. അവന് കണക്കിട്ടു എന്ന് എഴുതിയിരിക്കുന്നത് അവനെ വിചാരിച്ചു മാത്രമല്ല, നമ്മെ വിചാരിച്ചും കൂടെയാകുന്നു. നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മരണത്തിന് ഏൽപ്പിച്ചും നമ്മുടെ നീതീകരണത്തിനായി ഉയർപ്പിച്ചും ഇരിക്കുന്ന നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനിൽ വിശ്വസിക്കുന്ന നമുക്കും കണക്കിടുവാനുള്ളതാകയാൽ തന്നെ.